ഹായ് ഹലോ വെൽക്കം ടു ക്യാമ്പസ് സെർച്ച്. നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ്. അല്ലെങ്കിൽ ഈ സ്കില്ലിനെ പറ്റി നിങ്ങൾ പല റെസ്യൂമേലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കമ്പനീൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഉള്ളവരായിരിക്കും അവർക്ക് ആവശ്യം എന്നുള്ളത്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്? ഒരാളെ വിഗ്രസായിട്ട് കുറ്റം പറയുന്നതാണോ ക്രിട്ടിക്കൽ തിങ്കിങ്? അല്ല. നമുക്ക് ലൈഫിൽ വേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഒരു കാര്യത്തെ റാഷണലായിട്ട് ചിന്തിച്ച് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ കാര്യത്തിന് ആ പെർസ്പെക്റ്റീവോട് കൂടി നമുക്ക് നോക്കി കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചപ്പാടിനും പെർസ്പെക്റ്റീവ്സും ബിലീവ്സിനും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു വർക്ക് സ്പേസിലോ ഓർഗനൈസേഷനിലോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കരിയർ ഗ്രോത്തിന് അത്ര നല്ലതായിരിക്കത്തില്ല. സോ നമ്മുടെ ലൈഫിലും നമ്മുടെ കരിയർ ഗ്രോത്തിലും നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കിപ്പം കോളേജ് സ്റ്റുഡൻസ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ കരിയർ ജേർണിയിൽ നമുക്ക് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ യുവർ അസംഷൻസ്. അപ്പം നമുക്കൊക്കെ കുറേ അസംഷൻസ് ഉണ്ടാവുമല്ലേ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുക? എന്തുകൊണ്ടായിരിക്കും പക്ഷി അങ്ങനെ പറക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ആ വണ്ടി അങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും ആ ചെടിക്ക് ആ കളർ വന്നത് എന്നുള്ള ആ ബിലീഫ്സിനെ അസംഷൻസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈ യുവർ പെർസ്പെക്റ്റീവ്സ്. നമുക്കൊക്കെ ഓരോ കാര്യങ്ങളെ പറ്റിയും പല പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. ആൻഡ് അത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമുക്കുണ്ടായ അറിവിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഒന്നുകൂടെ ഒരു വിശാലമായി ഈ ലോകത്തിന് അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്തേനാൽ നമ്മളുടെ ചിന്തകളും നമ്മളുടെ പെർസ്പെക്റ്റീവ്സും വളരാൻ തുടങ്ങും. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ പല പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കുക, ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ചിന്തകളെ വൈഡനാക്കും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ആൻഡ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് എവിഡൻസ് ബേസ്ഡ് തിങ്കിങ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം എന്താണ് പക്ഷി അങ്ങനെ പറക്കുന്നത്, അല്ലെങ്കിൽ അതെന്തായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ക്വസ്റ്റ്യൻസ് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയിട്ട് അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ഉത്തരം അതിൻ്റെ എവിഡൻസ് എവിടെയെങ്കിലും ഉണ്ടോ, അതിൻ്റെ ഒരു സയൻറ്റിഫിക് ബാക്കപ്പ് ഉണ്ടോ, അതെന്തായിരിക്കും എന്നുള്ള അതിൻ്റെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ന്യൂസിൽ ആർട്ടിക്കിൾസ് വായിക്കാം, അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും തോട്ട്സോ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വന്നാൽ അതിനൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അതെന്തായിരിക്കും കാരണം എന്നറിയാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കണം. ആൻഡ് നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എൻഗേജ് വിത്ത് പീപ്പിൾ ഹു ഹോൾഡ്സ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. അതായത് ഇപ്പോൾ പല ആൾക്കാരോട് നമ്മളൊരു 5 പേരോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ 5 പേർക്കും 5 അഭിപ്രായമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പലതരത്തിലുള്ള സോഷ്യലി പല സ്ട്രാറ്റജിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ലൈഫൊന്നും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ കോൺവെർസേഷൻസ് നമുക്ക് ഒത്തിരി നമ്മുടെ ഉള്ള അറിവ് ബ്രോഡൻ ആക്കാനും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് വൈഡൻ ആവാനും ഒക്കെ സഹായിക്കും. ആൻഡ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ഓൺ യുവർ തിങ്കിങ് പ്രോസസ്സിനെ പറ്റിയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നിങ്ങൾ ആ പ്രശ്നം എങ്ങനെയാണ് ഡീൽ ചെയ്തത്, ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്ത് എങ്ങനെയായിരുന്നു, അതെന്തുകൊണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആ പ്രശ്നം ഉണ്ടായി എങ്ങനെ സോൾവ് ചെയ്യും, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ, നിങ്ങളുടെ ഡിസിഷൻസിനെ അങ്ങനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുക. ആൻഡ് ഈ 5 കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ഒത്തിരി വായിക്കാം, ഒത്തിരി ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസിൽ പങ്കെടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗ്രാജുവലി നമ്മൾ മറ്റുള്ള പെർസ്പെക്റ്റീവ്സിനെ മനസ്സിലാക്കാനും നമുക്ക് കുറച്ചും കൂടെ റാഷണലായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ഡീൽ ചെയ്യാനൊക്കെ സഹായിക്കും. ആൻഡ് ഈ ഒരു സ്കില്ല് ഉണ്ടാവുന്നത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിൽ, നിങ്ങളുടെ കരിയർ ജേർണിയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ആൻഡ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ക്യാമ്പസ് സെർച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. And see you on the next video. See you. Bye.